എന്തായി കാണണേ? ആന. അതല്ലടോ, ഈ ചളിയും മണ്ണൊക്കെ എന്താന്ന് അത് പിന്നെ ശ്രദ്ധിച്ചില്ല. ധൃതിയിൽ ഇങ്ങോട്ടേക്ക്. ചൊമ്പൻ, ആദ്യം ആനയെ ബഹുമാനിക്കാൻ പഠിക്കുക. സാക്ഷാ ഗണപതി ആന, സഹ്യന്റെ മകൻ. ഏത് സത്യന്റെ? സത്യനല്ലടോ, സഹ്യൻ. മനസ്സിലായോ? ആ, ഇനി വരുമ്പോ കാണരുത്. ആനേനെയോ? അല്ല, ഈ ചളിയും മണ്ണും കാണരുതെന്നു. ആ, വെള്ളം കുടിക്കാറുണ്ടോ? വല്ലപ്പോഴും ലേശം. ചാപ്പാൻ. ഇയാളുടെ കാര്യമല്ല ചോദിച്ചേ, ആന. അത് പിന്നെ ഇല്ല. കൊടുത്തു നോക്കിയോ? ഇല്ല. വീട്ടിൽ പിന്നെ എങ്ങനെയാ കുടിക്കുമെന്ന് അറിഞ്ഞേ? എന്നും കൊടുത്തു നോക്കുക. ഒന്ന് മൂത്രം പോയി ആശ്വാസമായി. അപ്പുറത്തും മൂത്രപ്പനുണ്ട്, ആവാം. പോരെ, ഞാൻ എന്റെ കാര്യമല്ല ഈ പറയണേ, ആനയുടെ കാര്യ പറയണേ. ഏഭ്യന്മാർക്ക് ഒന്നും പറഞ്ഞാ മനസ്സിലാവില്ലാച്ചാ. ഈ ഗ്ലൂക്കോസ് നിർത്തണ്ട, ജലപാനം തുടങ്ങണ വരയ്ക്കെങ്കിലും കിഴി പിടിക്കണം. കാലെന്നും വൃത്തിയായി കഴുകണം. മുറി നന്നായി വൃത്തിയാക്കി കർപ്പൂരം ചേർത്ത് എണ്ണയിൽ മുക്കി ആ വ്രണത്തിൽ വെക്കണം. കന്നൊന്തരവും കൊട്ടൻ ചുക്കാതിയും സമം ചേർത്ത് കുഴമ്പാക്കി പെരട്ടണത് നല്ല തന്നെയാ. തൽക്കാലം ഇത്രയൊക്കെ ചെയ്താ മതി. ഇനി എന്താ വേണ്ടേച്ചാ ഒക്കെ എഴുതി തരാം. വരാ വരാ. എത്ര കൊടുക്കേണ്ടി വരും? ഒരു 100 രൂപ. വല്ലാതെ കുറഞ്ഞു പോയി. മനുഷ്യന്മാർക്കല്ല, ആനക്കല്ലേ. അഥവാ കുറഞ്ഞ തന്നെ പുള്ളിക്കാരൻ ചോദിച്ചോളൂ. വാ. കൂടിപ്പോയെന്ന് വെച്ചാ വെച്ചോളൂ, ഇവിടെ ചില്ലറില്ല. ഇതിനെന്റെ ബാല്യക്കാരൻ വരും അടുത്ത തവണ. ആന വലിയൊരു ജന്തുവാ, അപ്പൊ ഫീസും വലുതാ. അതിനെ പറഞ്ഞല്ലേ. ഈ വൈദ്യരുടെ പേരെന്താണ്? ചന്ദനക്കാടൻ. ചന്ദനക്കാടന ചന്ദനക്കള്ളനാ. 250 രൂപ വേണമെന്ന് നേരത്തെ വാദം ചോദിച്ചാലെന്താ? വാഴക്കൂമ്പിൽ വെതറേണ്ട ഫ്യൂറഡാന്റെ പൈസ എടുത്തിട്ട് വൈദ്യർക്ക് കൊടുത്തത്. ഇനി ഗ്ലൂക്കോസ് വേറെ വാങ്ങണം. ഏട്ടനറിഞ്ഞാലേ എന്റെ കൂമ്പ് പാടും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇവന്റെ വരവ് ഒരു ഐശ്വര്യം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതോടെ എന്റെ ദുരിതങ്ങളൊക്കെ തീരും എന്റെ ഗുരുവായൂരപ്പാ. ആകെ പ്രശ്നമായി. ആ ബാങ്കുകാർ ചതിച്ചു. ഗൗരിയുടെ വീട് ജപ്തി ചെയ്യാൻ വന്നിരിക്കണോ? ജപ്തിയോ? ഉരുളി ഒന്ന്, ഉരുളി ഒന്ന്, പെട്ടി ഒന്ന്, പെട്ടി ഒന്ന്, ചെമ്പൊന്ന്. എല്ലാത്തിനും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നമ്മൾ പെരുവഴിയിലാവാനൊന്നും പോണില്ല. നിർത്ത. അയ്യോ, ജപ്തി നടക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? പൈസ അടച്ചാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ സാറേ. ആനപ്രേമി കൃഷ്ണപ്രസാദ്. അങ്ങോട്ട് മാറിക്കോ, അങ്ങോട്ട് മാറിക്കാ. ഗൗരി, ഇതൊന്നും ഞാന് എന്നെ ഉള്ളൊരുകി ശപിച്ചോളൂ. ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ. എന്റെ ഗതികേട് കൊണ്ടാ. ഇങ്ങനെയൊന്നും സംഭവിക്കരുതായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതെ, ഇങ്ങനെ ദുഃഖം രേഖപ്പെടുത്തിയോണ്ടൊന്നും ഒരു കാര്യമില്ല. ആദ്യം ഇതിനൊരു പരിഹാരം കാണും. വർഷാവസാനം ബാങ്കുകാരി വീട് വിൽപ്പനയ്ക്ക് വെക്കും. അപ്പൊ അത് ലേലത്തിലെടുത്ത് ഞാൻ തന്നെ നിങ്ങക്ക് തിരിച്ചു തന്നേക്കാം. ഇത് ഞാൻ തരുന്ന വാക്കാ, സത്യം. അത് അപ്പോഴല്ലേ. ഇപ്പോഴത്തെ കാര്യം പറ. ഞങ്ങൾ 2 സ്ത്രീകളാ. നിങ്ങൾ കാരണം പെരുവഴിയിലുമായി. പറയ്, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? അത് പിന്നെ നമുക്ക് മറ്റൊരു വാടക വീട് നോക്കി. എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഞാനും അമ്മയും ഇന്ന് മുതൽ താമസം മാറ്റുന്നു. ഏത് വീട്ടിലേക്കാ? നിങ്ങളുടെ വീട്ടിലേക്ക്. എന്റെ വീട്ടിലേക്കോ? അത് ശരിയാവില്ല. അതൊട്ടും ശരിയാവില്ല. അതെന്താ? അവിടെ ആകെ പ്രശ്നങ്ങളാന്നേ. ഏട്ടൻ, അളിയന്മാര്, പെങ്ങന്മാര്, അവരുടെ കുഞ്ഞുങ്ങള്, അമ്മ, ആന. എന്റെ കാര്യം തന്നെ അവിടെ കഷ്ടത്തിലാ. അവിടുത്തെ അവസ്ഥയൊന്നും ഗൗരിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തായാലും ഇതിനേക്കാളും മോശം അവസ്ഥ ഒന്നാവില്ലല്ലോ. ഞാൻ പറയുന്നത് ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. നിങ്ങൾ ഒരാള് കാരണം ഞങ്ങൾക്ക് ഈ ഗതി വന്നത്. ഞങ്ങൾ അവിടെ തന്നെ താമസിക്കും. എന്ത് ഭൂകമ്പം ഉണ്ടായാലും ശരി. വാശുവാ, അമ്മ നടന്നേ. മോളെ, അത് അമ്മ വാ. അല്ല, ഓടോടു. ഏട്ടൻ ഇതൊന്നും വിശ്വസിക്കരുത്. സംഭവിച്ചത് ഇങ്ങനെയൊന്നുമല്ല. സത്യത്തിൽ ഞാൻ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാ മതി. നീ ഈ കുട്ടിയുടെ പക്കൽ നിന്ന് വീടിന്റെ ആധാരം വാങ്ങിയിട്ടുണ്ടോ? അത് പിന്നെ ഞാന് ആ ആധാരം പണയം വെച്ച് നീ കാശ് വാങ്ങിയിട്ടുണ്ടോ? അത് ഏട്ടാ നൃത്ത വിദ്യാലയം തുടങ്ങാൻ വേണ്ടിട്ട്. ആ വീട് ജപ്തി ചെയ്തോ? ഞാനും അത്. ഇതെല്ലാം സത്യമാണല്ലോ. എന്നാ നീ ഇനി ഒന്നും പറയണ്ട. ഇവര് തൽക്കാലം ഈ പത്തായപ്പുരയെ താമസിക്കട്ടെ. പക്ഷെ നീ ഇവിടെ നടക്കണം. നീ ഉണ്ടാക്കിയ ബാധ്യതകൾ കാരണം ഇവര് വഴിയാധാരായത്. ഇവരെ സംരക്ഷിക്കേണ്ടത് ഒരു ചുമതലയാണെന്ന് തോന്നി. പകരം നീ ഇറങ്ങണം. പിന്നെ നീയായിട്ട് കൊണ്ടുവന്ന ഒരു ബാധ്യതയുണ്ട് ഈ കുടുംബത്തില്. നിന്റെ ആന പോകുമ്പോ അതിനെ കൂടി കൊണ്ടുപോയിക്കോ. മോനെ, വേണ്ടമ്മേ,
ഉപ്പ് തന്നാ വെള്ളം കുടിക്കട്ടെ. തിരിച്ചു വിളിക്കടാ അവനെ, അമ്മയാ പറയണത്. ആവാം, പക്ഷേ പകരം ഞാൻ അറിഞ്ഞു ഈ വീട്ടിൽ നിന്ന്. വേണ്ടമ്മേ, ഉപ്പ് തിന്നവൻ ഞാനല്ലേ, ഞാൻ ഇറങ്ങിക്കോളാം. പക്ഷേ അവരെ സംരക്ഷിക്കാനുള്ള സന്മനസ് കാണിച്ചല്ലോ, അത് മതി. അന്നും കാശ് തന്നില്ല, ഇന്നും കാശ് തന്നില്ല. ഇനി ഇതിനെ ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും കൊണ്ടുടങ്ങി കാശ് തരുന്നു. അപ്പൊ എല്ലാം പറഞ്ഞു. ആദ്യമായിട്ടായിരിക്കല്ലേ പപ്പേട്ട ഒരു ആനയോട് ഗെറ്റ് ഔട്ട് പറയുന്നത്? എനിക്കറിയാം നീ ഇങ്ങനെയൊക്കെ പറയാനെങ്കിലും നിന്റെ മനസ്സ് കിടന്ന് നീറുകയാണെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനിതൊക്കെ പ്രതീക്ഷിച്ചതാ, സത്യം. ഈ കിടപ്പില് എന്താ അവന്റെ തലയെടുപ്പ്? അങ്ങനെ ആനപ്രേമി കൃഷ്ണപ്രസാദും അവന്റെ ആനയും വഴിയാധാരമായി. അപ്പോ ഞാൻ വിട്ട ഡെപ്റ്റി ഫലിച്ചു അല്ലേ? എന്നെ അപമാനിച്ചതിന് നീ അനുഭവിക്കും. നീയും നിന്റെ ആനയും ഇനിയും നരയിക്കും. തുടങ്ങിയിട്ടേ ഉള്ളു ഞാൻ. നീ ചെവി നുള്ളിക്കോ. അർജുനൻ ജലപാനം തുടങ്ങി. അത് മാത്രം പോരാ, അവനെ നീ എനിക്ക് പഴയ ചുണക്കൂട്ടനാക്കി തരണം ഈശ്വര. ഞാൻ കാരണമല്ല ഇങ്ങനെ വഴിയോരത്ത് ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നു ഞാനും കരുതിയില്ല. അപ്പോഴത്തെ അവസ്ഥയില് മറ്റൊരു മാർഗമില്ലായിരുന്നു മുന്നില്. അതുകൊണ്ടാ ഞാൻ ഇവിടെ. ദേവസ്വം ഓഫീസിൽ താമസം, അമ്പലക്കുളത്തിൽ വിസ്തരിച്ചുള്ള കുടി, രാമേട്ടന്റെ കടയിലെ ഭക്ഷണം, ആൽത്തറയിലെ ഉറക്കം, പരമസുഖ. എനിക്കിതൊക്കെ ഒരു ശീല. പണ്ട് സ്കൂളിലേക്കെന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു ആനയുടെ പുറകെ കൂടും. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോ ഏട്ടൻ തല്ലൂലോ എന്ന് പേടിച്ച് രാമേട്ടന്റെ കടയിലോ ഈ ആൽത്തറയിലൊക്കെ തന്നെ അന്നും അന്തി ഉറക്കം. ഈ ആനനെ ഇപ്പൊ ഇവിടുന്ന് മാറ്റണം, അല്ലെങ്കിൽ ഞാൻ കാലുകൊണ്ട് തോണ്ടി ആ തോട്ടിലേക്ക് ഇടും. ആരെങ്കിലും അറിയാതെ ചവിട്ടി കൂട്ടിയാ മനുഷ്യർക്ക് നടക്കണ്ടേ? ഇത്ര അധികം സ്ഥലം വേണോ പുളിക്കത്തറയെ തനിക്ക് നടക്കാൻ? വേണം. എന്റെ ഹൗസിങ്ങിന് കുറച്ച് വലിപ്പം കൂടുതലാണ്. പിന്നെ അടുത്തുള്ള മരക്കമ്പനി കൊണ്ടുപോയിട്ട് മുറുക്കി ഒന്ന് സഹായിച്ചൂടെ എന്റെ മെന്നെ? അങ്ങനെ കരുതുക. കുന്നുകൂടുന്ന ഇതിന്റെ പിണ്ടങ്ങളോ നാറിയിട്ട് നടക്കാൻ പറ്റുമോ? പിന്നെ ആനയ്ക്കൊരു സ്നഗ്ഗി പിടിപ്പിക്കാന്ന്. എന്നെ കൊണ്ട് എന്താ രാമേട്ടാ, എന്താ പ്രശ്നം? പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇയാളുടെ ഹൗസിംഗ് ഇത്തിരി കൂടുതലാണ്. അത് കുറപ്പിക്കാൻ എന്താ ഒരു വഴിന്ന്. ഇരുന്നിങ്ങനെ നിറങ്ങിയ കുറെ കുറയില്ലേ? താനെന്താ പൊട്ടം കളിക്ക? ഈ ആന ഇവിടുന്ന് മാറ്റണം. മാറ്റിയേ തീരൂ. മാറ്റിയിട്ട് തനിക്ക് ഇവിടെ കിടക്കണ. താൻ എന്താ നോക്കി പഠിപ്പിക്കാ? നിങ്ങൾ വെറുതെ വെള്ളം കുടിക്കട്ടെ. ഒറ്റയ്ക്ക് നന്ദൻ കോൺട്രാക്ട് എടുത്ത് നടത്തിയ ബസ് സ്റ്റാൻഡ് റിന്യൂവേഷന്റെ ബില്ല് കോർപ്പറേഷനിൽ കുരുങ്ങിക്കിടക്കുക. അതൊന്ന് റിലീസ് ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ? ഫോൺ എടുത്തൊന്ന് ഞൊടിച്ചാ പോരെ. ബട്ട് ഐ എക്സ്പെക്ട് സം റിട്ടേൺ. പകരം എനിക്ക് എന്ത് തരും? എന്തു വേണം? പണം? അതിനൊക്കെ വലിയ കാര്യങ്ങളില്ലേ? നിങ്ങളുടെ സബ് കോൺട്രാക്ടർ ഇല്ലേ പ്രസാദ് പനമ്പട്ടയുടെ? അതെ. അവനെ കട്ട് ചെയ്യണം. അവനെ കോൺട്രാക്റ്റിൽ നിന്ന് ഒഴിവാക്കണം. അത് മറ്റാരാണെങ്കിലും പ്രശ്നമില്ലായിരുന്നു. ഇത് പ്രസാദ് ആയതുകൊണ്ട്. അവന്റെ കാര്യത്തിൽ സ്വന്തം വീട്ടുകാർക്കില്ലാത്ത താല്പര്യം എന്തിനാണെന്താ നിനക്ക്? കിട്ടിയ അവസരം കളയാതിരിക്കാൻ നോക്ക്. ശരി, ചെയ്യാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ എങ്ങനെ ഉണ്ടോ എന്റെ കളി? അവൻ നരയിക്കാൻ തുടങ്ങിയില്ലേ? തണ്ട് ഈ കോത്താഴത്തെ മോണ്ട ഇതുവരെ തെളിഞ്ഞില്ലേ? ചൂളി പോയില്ലേ ഞാൻ? അവളുടെ ചിരി മനസ്സിൽ നിന്ന് പോകുന്നില്ല മുതലാ. വീട് ഒരു ചിരിയല്ലേ? അത്രയ്ക്ക് നിസാരനാണോ ആ ചിരി? കുരുക്ഷേത്ര യുദ്ധം ഉണ്ടായത് തന്നെ ദ്രൗപദിയുടെ ഒരു ചിരി കാരണമാണ്. നാളത്തോടെ തീർന്നോളൂ അവന്റെ ചിരിയൊക്കെ. താൻ വാ മോളെ. അമ്പലത്തിൽ പോയതാ? അതെ. എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ കുട്ടിയെ? ഇല്ലമ്മേ. ഉണ്ടെങ്കിൽ പറയണേ, മടിക്കരുത്. എന്റെ മോൻ കാരണമല്ലേ മോക്ക് ഗതി വന്ന് ഉള്ള വീടും നഷ്ടപ്പെട്ടു. സാരില്ലമ്മേ, ഞാൻ കാരണം പ്രസാദേട്ടന് ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നില്ലേ? എന്റെ വിഷമം അതാ. ഒക്കെ സമയദോഷ, അല്ലാണ്ടെന്താ? ആരും ഇല്ലെന്നോർത്ത് വിഷമിക്കണ്ട കേട്ടോ.
ഞങ്ങളൊക്കെ സ്വന്തക്കാരാന്ന് കരുതിയാ മതി. ജലപാനം തുടങ്ങിയത് നല്ല ലക്ഷണ. മൂത്രം പോവാനും തുടങ്ങിയേക്കണു. അത് പകുതി ആശ്വാസായി. ആ മുറിവില് വറ്റലും കാണാണ്ട്. ദാ നഖം കിളിർക്കാനും തുടങ്ങിയേക്കണു. മൊത്തത്തിൽ ശുഭലക്ഷണ. ആ ഗ്ലൂക്കോസിന്റെ അളവ് ഇനി നേർ പകുതി ആക്കാം. ശർക്കര ഉരുട്ടി കുറേശ്ശെ കൊടുത്തു നോക്കാം. തിന്നാൻ ശ്രമിക്കട്ടെ. എരണ്ടക്കെട്ടിന് അഷ്ടചൂർണം കൊടുക്കാം. പിന്നെ എല്ലാം പഴയപടി. ആന സ്വയം ഒന്ന് എഴുന്നേറ്റ് കിട്ടിയാ മതി. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. 250 തികയില്ല. ഒരു 50 റുപ്യന്റെ കുറവുണ്ട് പപ്പേട്ട. സാരില്ല, ബാക്കി അടുത്ത തവണ കൊടുക്കാം. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? അയ്യോ, എന്നാലും ഒരു കുഴപ്പമില്ല. അത് പിന്നീട് പ്രശ്നം. ഞാനില്ലേ? ചെല്ലി ചെല്ലി വാ. ക്ഷമിക്കണം, കുറച്ച് കുറവുണ്ട്. ഭയങ്കര ടൈറ്റില്ല. അടുത്ത പ്രാവശ്യം ഒരുമിച്ച്. ഇത് പിടിക്കുക. അയ്യോ, അങ്ങനെ പറയരുത്. ഒരു വൈദ്യന് രോഗിയെ പരിശോധിക്കാണ്ട് എന്നെ രോഗം നിർണയിക്കാൻ കഴിയും. നല്ല വൈദ്യനാച്ച അയാളുടെ മനസ്സും. ആനസ്നേഹമില്ലാത്ത വെറും മൂരാച്ചികളാന്ന് കരുതിയിട്ടാ കഴിഞ്ഞ തവണ ഞാൻ കാശ് കണക്ക് പറഞ്ഞ് മേടിച്ചേ. ആന ഏറ്റെടുത്ത കഥകളൊക്കെ ഞാൻ അറിഞ്ഞേക്കണു. എനിക്ക് സന്തോഷായി. ത്യാഗ, മഹാത്യാഗം. രോഗികൾക്കേ അതിന് കഴിയൂ. മനനം ചെയ്യുന്നവൻ മനുഷ്യൻ. അങ്ങനെയാണല്ലോ. ഇനി അങ്ങോട്ട് എന്റെ ചികിത്സ സൗജന്യ. എന്താ? അർജുനൻ ഒരു യുദ്ധത്തിലാ. ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു കുരുക്ഷേത്ര യുദ്ധത്തില്. ഏത് യുദ്ധവും അർജുനൻ ജയിക്കും, സാരഥിയായി താൻ കൂടെ കാണുമെങ്കിൽ. ഓ, എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അന്ന് മതമിളകി വന്ന പീസ് തന്നെയാണ് ഇത്. അർജുനെ കുറിച്ച് കേട്ടപ്പോ അങ്ങോട്ട് സന്തോഷം. ഒക്കെ ഒക്കെ ശരിയാവുന്ന എന്റെ മനസ്സിനൊരു തോന്നല്. ഓയ്യോ നന്ദേട്ടൻ, ഇനിയിപ്പ എന്താ? പപ്പേട്ടന്റെ മൊബൈൽ ഏതാ? എന്റെ മൊബൈലാ. എന്റെ മൊബൈൽ വണ്ടി ഇതിൽ ലേശം ചാർജ് കുറവാ. നന്ദേട്ടാ, ഇതുവരെ ലോഡ് എത്തിയില്ലേ? ചേട്ടാ, ഇവരിത് എവിടെ പോയി കിടക്കുക? ഇപ്പത്തും. ഇവിടെ റേഞ്ച് ഇല്ലാത്തോണ്ട് അവരിത് കട്ട് ചെയ്തിരിക്കുക. മൊബൈൽ ഒന്ന് തരുമോ? ഹലോ തങ്കപ്പ, നീ ഇതുവരെ ലോഡ് ഇറക്കിയില്ലേ? ലോഡ് ഇറക്കിയല്ല, കയറ്റിക്കൊണ്ടിരിക്ക. ആഹാ, എവിടെ എത്തി? പണിയുടെ മുകളിൽ തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 8 ഓ, അവിടെ നിന്ന് നോക്കി ആനക്കോട്ട കാണാമോ? ആനക്കോട്ടയല്ല, ഇവിടെ നോക്കി ശവക്കോട്ട കാണാ. അത്ര അടുത്തെത്തി. അവിടെ നിന്ന് നോക്കി ആനക്കോട്ട കാണാന്ന്. എന്നാ പിന്നെ അവിടെ ഇറക്കിക്കോ. പൈസ കൊടുക്കാതെ ഇവിടെ ഇറങ്ങിയാല് ഇവരെല്ലാം പീസ് പീസാക്കും. ഇറങ്ങി വാടാ, കാണിച്ചു തരാം. അയ്യോ, അത് വലിയ പട്ടയായതുകൊണ്ടാ. ഒരു കാര്യം ചെയ്യും, മുറിച്ച് പീസ് പീസാക്കി ഓരോ ആനക്കായിട്ട് ഇട്ട് കൊടുക്ക്. ഓ, ഇട്ടോ. പിന്നെന്താ സന്തോഷം. വേണ്ട, നീ ഇനി ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ ആ കോൺട്രാക്ട് മറ്റൊരാൾക്ക് കൊടുത്തു. ശരിയാവില്ല പ്രസാദേ. ആനയും പ്രാരാബ്ദമൊക്കെ ഇട്ട് നടക്കണം. എന്നെ ചുമക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കണക്കിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ നീ വീട്ടിലൊന്ന് വാങ്ങിച്ചോ. ഈ ഒരു പ്രാവശ്യത്തേക്ക് കൂടി വേണ്ട പ്രസാദേ, ഇത് ഒന്നാമത്തെ രണ്ടാമത്തെ തവണയല്ലല്ലോ. ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നീ പോയി എന്റെ പണി നോക്ക്. ഈ ഒരു അവസ്ഥയിലുള്ള വരുമാനോട് മുട്ടിയ എന്താ ചെയ്യാ നമ്മള്? എനിക്കറിയില്ല പപ്പേട്ട. ഒരു വഴി തുറക്കുമ്പോ ഒരു വഴി അടയുക. വല്ലാത്തൊരു പരീക്ഷണ. മതി മതി, ഇവിടെ നിർത്ത്. ആ ബെസ്റ്റ്. ചരിഞ്ഞു കിടക്കുന്ന ആന, കഷ്ടം വെച്ചിരിക്കുന്ന അളിയൻ, മുന്നിലൊരു വെള്ളമുണ്ടുകൂടി വിരിച്ച വൈകുന്നേരം ആവുമ്പോ അട്ടിക്കുള്ള വക കിട്ടും. ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ഒന്ന് എൻജോയ് ചെയ്യളിയാ. ഇനി അങ്ങോട്ട് ഗജകേസരി യോഗമല്ലേ? അടിച്ചു പൊളിക്കളിയാ. എഴുന്നേക്ക. എന്താ കാര്യം? ആ ബെസ്റ്റ്. അപ്പൊ അളിയനൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. വീട് ഭാഗം വെക്കാൻ തീരുമാനിച്ചിരിക്കുക. ആ സന്തോഷ വാർത്ത അറിയിക്കാനാ കേസൊക്കെ വിട്ടിട്ട് ഞാൻ വന്നത്. ഭാഗം വെക്കേ? അതെ, ഭാഗം വെക്കാൻ തന്നെയാ. അതിന് വിരോധം പറയാൻ നിനക്കെന്ത് അവകാശമുള്ളത്? നീ കാരണമാ, നിന്റെ ഒടുക്കത്തെ ആനഭ്രാന്തി കാരണമാ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഇല്ല, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. പിന്നെ എന്നും ഇങ്ങനെ കൂഷ്ടു കുടുംബമായിട്ട് കഴിയാവുന്നാണോ? പടിക്ക് പുറത്താക്കിയതല്ലേ അവനെ. ഇവന്റെ സമ്മതം ആർക്കാ വേണ്ടത്? ആ, ഏട്ടനും അമ്മയും സമ്മതിച്ചിട്ടുണ്ട്.
ഇങ്ങനെ ഇടിപിടിന്ന് ഭാഗം വെക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? പറയണോ? പറഞ്ഞാ നാറും. കെട്ടിക്കാൻ പ്രായമുള്ള ഒരു മോളുണ്ട് എനിക്ക്, പറയാൻ ഉളുപ്പുണ്ട്, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. വീട്ടിലൊരുത്തിയെ കയറ്റി താമസിപ്പിച്ചിട്ടില്ലേ, അവളെ കുറിച്ച് കഥകൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു നാട്ടുകാര്. ആരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാന്നറിയോ? നിന്റെ ഏട്ടനെയും കൂട്ടിച്ചേർത്താ കഥകള്. പറഞ്ഞാലുണ്ടല്ലോ, എന്റെ ഏട്ടൻ ആരാന്നറിയണോ നിനക്ക്? എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ. എന്റെ ഏട്ടനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, എന്റെ ഏട്ടൻ ആരാന്നറിയോടാ? ഞങ്ങൾക്ക് ഒരു ജീവിതം തന്ന ദൈവമാടാ, ദൈവം. കൊല്ലു നിന്നെ. ഇനി ഇതൊക്കെ കേൾക്കാൻ നിൽക്കണോ? ഭാഗം വെച്ചോട്ടെ, ഭാഗം വെച്ച് പിരിഞ്ഞോട്ടെ. ഭാഗം നടക്കണം, നടക്കട്ടെ. അതങ്ങോട്ട് വലിച്ചു പിടിച്ചോ. ഓട്ടാണ് അതോ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളില്ലേ മോളെ? അതൊക്കെ ഇങ്ങനെ അളന്ന് മതിലൊക്കെ കെട്ടി, വലിയ മാമനൊരു സ്ഥലം, ചെറിയ മാമനൊരു സ്ഥലം, മോളുടെ അമ്മയ്ക്കൊരു സ്ഥലം, അങ്ങനെയൊക്കെ വേർതിരിച്ച് ഭംഗിയാക്കി വെക്കാനാ. മനസ്സിലായോ? അങ്ങനെ മതിലൊക്കെ കെട്ടി വേർതിരിച്ച ഞങ്ങൾ എങ്ങനെ ഓടിക്കളിക്കുക? കൊല്ലം 1181 ആണ്ട് ഇടവ മാസം 22-ന് 2006 ജൂൺ മാസം 5-ാം തീയതി ചാവക്കാട് താലൂക്ക് തെക്കേക്കര അംശം ചുങ്കൻ ദേശത്ത് വടക്കേപ്പാട്ട് വരേതനായ ഗോവിന്ദൻ ഭാര്യ ഉണ്ണിയമ്മ എഴുതി കൊടുക്കുന്ന പാകാധാരം. മേൽപ്പറഞ്ഞ ഉണ്ണിയമ്മയ്ക്ക് ചാവക്കാട് സബ് രജിസ്ട്രാർ ഓഫീസിലെ 1993-ലെ 1776 നമ്പർ ആധാരപ്രകാരം ജന്മാവകാശമായി സിദ്ധിച്ച സർവേ നമ്പർ 34/12-ൽ 1.5 ഏക്കർ പറമ്പും കൃഷിയിടവും പുരയും മക്കളായ മാധവൻ, ഭാഗ്യലക്ഷ്മി, സരസ്വതി, കൃഷ്ണപ്രസാദ് എന്നിവർക്ക് താഴെ പറയുന്ന പ്രകാരം I am from Animal Welfare Board. Good. You wait there. ഞാനൊരു SPC ഇൻസ്പെക്ടറാണ്. എന്ന് വെച്ചാൽ മൃഗപീഡനങ്ങൾ പരിശോധിക്കുകയും തടയുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ. അറിയാം സാറേ, 1-2 പേരെ പരിചയമുണ്ട്. അറവ് മൃഗങ്ങളെ തീറ്റയും വെള്ളം കൊടുക്കാതെ വാഹനങ്ങളിൽ കുത്തി നിറച്ച് കൊണ്ടുപോകാൻ പാടില്ല എന്ന് അറിയില്ലേ? അത് പിന്നെ അത് കവർ ചെയ്യാത്ത വാഹനങ്ങളിൽ മൃഗങ്ങളെ കൊണ്ടുപോകാൻ പാടില്ല നിയമമുണ്ട്, നിങ്ങൾ അത് പാലിച്ചിട്ടില്ല. അത് സാറേ പിന്നെ അറക്കാൻ കൊണ്ടുപോകുന്ന മൃഗങ്ങളെ ഒരു വെറ്റിനറി ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് നിയമമുണ്ട്. നിങ്ങളുടെ പക്കലുണ്ടോ? എങ്കിൽ നിങ്ങൾ ശിക്ഷാർഹനാണ്. അണ്ടർ സെക്ഷൻ 69 and 88 ഓഫ് സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽ ആക്ട്, ജന്തുദ്രോഹത്തിന്റെ പേരിൽ നോക്കിക്കാതെ ഡ്രൈവറെങ്കിലും ജീവിക്കട്ടെ. ഒരു മിനിറ്റ്. ഫോർ അനിമൽസ് ഐ ആം ഡൂയിങ് മൈ ഡ്യൂട്ടി, ഫോർഗിവ് മീ. സാറേ, ഇതൊക്കെ ഞങ്ങൾ എല്ലാ ഓഫീസർമാർക്കും കൊടുക്കണതാ. കൈക്കൂലി മിണ്ടാപ്രാണികളെ കുത്തി നിറച്ച് അറവുശാലയിൽ എത്തിച്ച് അവയെ ക്രൂരമായി കൊല്ലാൻ കൂട്ടുനിന്ന് കൊന്ന പാപം തിന്നാ തീരുന്ന് വ്യാഖ്യാനവും നൽകി വിദേശ മദ്യവും കൂട്ടി മൂക്കുമുട്ട തിന്നു തൂറുന്ന 4-ാംകിട ഉദ്യോഗസ്ഥന്മാരെ നീ കണ്ടിട്ടുള്ളൂ. മോനെ, ഇതാള് വേറെയാ. ഐ ആം ബാബു ഷാഹിദ് അഥവാ മിന്നൽ ബാബു. നിന്റെ കട്ടയും പടവും മുടക്കി ഞാൻ. Oh my dear guys, why fear when I am here?